ഇന്ത്യൻ റെയിൽവേയുടെ IRCTC വെബ്സൈറ്റിൽ അക്കൗണ്ട് രജിസ്ട്രേഷൻ, ആധാർ വെരിഫിക്കേഷൻ, ആളുകളെ മാസ്റ്റർ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്ന വിധം, ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന രീതി എന്നിവയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം. ജൂലൈ 1 മുതൽ ആധാർ വെരിഫിക്കേഷൻ നടപ്പാക്കാത്ത അക്കൗണ്ടുകൾക്ക് തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഈ പ്രധാന പേജിൽ രജിസ്റ്റർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. മുൻപ് കണ്ട സമാനമായ അറിയിപ്പാണിത്. അക്കൗണ്ട് നിർമ്മിക്കാം. ഒരു യൂസർ നെയിം, നമ്മുടെ മുഴുവൻ പേര്, പാസ്വേഡ് എന്നിവ നൽകാം. പാസ്വേഡ് നിർമ്മിക്കുന്നതിനായി താഴെ തന്നിരിക്കുന്ന നിബന്ധനകൾ മനസ്സിലാക്കുന്നത് ഉത്തമമാണ്. ഒരിക്കൽ കൂടി പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നൽകാം. ഇമെയിൽ ID, ഫോൺ നമ്പർ എന്നിവ നൽകിയ ശേഷം താഴെ കാണുന്ന ക്യാപ്ച ശ്രദ്ധയോടെ ടൈപ്പ് ചെയ്ത് നൽകുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. നൽകിയ ഇമെയിൽ ID, ഫോൺ നമ്പർ എന്നിവയിലേക്ക് OTP ലഭിക്കുന്നതാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധയോടെ 2 OTPകളും ടൈപ്പ് ചെയ്തതിനു ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് വിജയകരമായി നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനായി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാം. സ്ത്രീ, പുരുഷൻ, മറ്റുള്ളവ എന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. ജനന തീയതി, വിലാസം, പിൻകോഡ്, നഗരം, സംസ്ഥാനം, ഏറ്റവും അടുത്ത പോസ്റ്റ് ഓഫീസ് എന്നിവ തിരഞ്ഞെടുക്കാം. ആദ്യ ഓപ്ഷനിൽ ടിക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുമതി നൽകിയ ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വിവരങ്ങൾ വിജയകരമായി അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. അടുത്തതായി ആധാർ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യാം. യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതാണ്. മൈ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒതന്റിക്കേറ്റ് യൂസർ സെലക്ട് ചെയ്യാം. ഇവിടെ ആധാർ നമ്പർ ശ്രദ്ധാപൂർവം ടൈപ്പ് ചെയ്യുക. ബാക്കി വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പാക്കിയ ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ലഭിച്ച OTP ടൈപ്പ് ചെയ്ത് നൽകുക. മുകളിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പ് നൽകി സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. അക്കൗണ്ട് വിജയകരമായി വെരിഫൈ ചെയ്തിരിക്കുന്നു. ഇനി മുതൽ തൽക്കാൽ ഉൾപ്പെടെയുള്ള ട്രെയിൻ ടിക്കറ്റുകൾ എളുപ്പത്തിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. IRCTC അക്കൗണ്ടിൽ സഹയാത്രികരുടെ വിവരങ്ങൾ മുൻകൂറായി കൂട്ടിച്ചേർക്കാം. ഇവിടെ അക്കൗണ്ട്, പ്രൊഫൈൽ, മാസ്റ്റർ ലിസ്റ്റ് എന്നിവ തിരഞ്ഞെടുക്കുക. യാത്രികരുടെ പേര്, ജനന തീയതി, ലിംഗം, ഏതുതരം ബർത്താണ് താൽപ്പര്യപ്പെടുന്നത് എന്നതും, ഭക്ഷണശൈലി, തിരിച്ചറിയൽ രേഖ, രേഖാ നമ്പർ എന്നിവ നൽകുക. വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പിച്ച ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. യാത്രികരെ വിജയകരമായി കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇനി മുതൽ തത്കാൽ ഉൾപ്പെടെയുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന വേളയിൽ സഹയാത്രികരെ എളുപ്പത്തിലും വേഗത്തിലും തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നതാണ്. ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ യാത്രാ വിവരങ്ങൾ നൽകാം. യാത്ര ആരംഭിക്കുന്ന സ്റ്റേഷൻ, എത്തിച്ചേരുന്ന സ്ഥലം, യാത്ര ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന തീയതി, ഏതുതരം ടിക്കറ്റാണ് ആവശ്യമെന്നതും തിരഞ്ഞെടുക്കുക. ഇവിടെ തത്കാൽ സെലക്ട് ചെയ്യുകയാണ്. സെർച്ച് ക്ലിക്ക് ചെയ്യുക. നാം നൽകിയ തീയതികളിൽ സേവനം നടത്തുന്ന ട്രെയിനുകളുടെ പേരുകൾ ഓരോന്നായി ദൃശ്യമാകുന്നതാണ്. ആവശ്യമായ ട്രെയിൻ കണ്ടെത്തുക. ഇവിടെ രാജ്യ റാണി
എക്സ്പ്രസ് തിരഞ്ഞെടുക്കുകയാണ്. അടുത്തതായി ടിക്കറ്റ് ലഭ്യമാണോ എന്ന് നോക്കാം. സ്ലീപ്പർ, AC 3 ടയർ, AC 2 ടയർ എന്നിങ്ങനെ ദൃശ്യമാകുന്നു. നാം താൽപ്പര്യപ്പെടുന്ന വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് റിഫ്രഷ് ചെയ്യാം. ഇവിടെ AC 2 ടയർ തിരഞ്ഞെടുക്കുകയാണ്. നമുക്ക് ആവശ്യമായ തീയതിയിൽ ടിക്കറ്റ് ലഭ്യമാണ് എന്നുറപ്പിക്കാം. അവൈലബിൾ എന്ന് ദൃശ്യമാകുന്നുണ്ട്. തീയതിയിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇവിടെ യാത്രികരുടെ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അക്കൗണ്ട് ഉടമയുടെ പേരും മറ്റു വിവരങ്ങളും ഒരു ക്ലിക്കിൽ തന്നെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണ്. ഒന്നിൽ കൂടുതൽ യാത്രക്കാരുണ്ടെങ്കിൽ ആഡ് പാസഞ്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ ചേർക്കാവുന്നതാണ്. സഹയാത്രികരുടെ പേരുകൾ അക്കൗണ്ടിലെ മാസ്റ്റർ ലിസ്റ്റിലേക്ക് മുൻകൂറായി കൂട്ടിച്ചേർക്കുന്നത് ഇത്തരം അവസരങ്ങളിൽ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുവാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ കോൺടാക്റ്റ് വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പിക്കാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. പണമടയ്ക്കുന്നതിനായുള്ള മാർഗം തിരഞ്ഞെടുക്കാം. ഇവിടെ ഭീം UPI തിരഞ്ഞെടുക്കുകയാണ്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പാക്കിയ ശേഷം ക്യാപ്ച ശ്രദ്ധയോടെ ടൈപ്പ് ചെയ്ത് നൽകുക. മുന്നോട്ട് പോകാം. ഇവിടെയും ഭീം തിരഞ്ഞെടുക്കുകയാണ്. പേ യൂസിംഗ് ഭീം തിരഞ്ഞെടുത്ത് പേ ആൻഡ് ബുക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഫോണിലെ UPI ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ദൃശ്യമാകുന്ന QR കോഡ് സ്കാൻ ചെയ്ത് പണമടയ്ക്കേണ്ടതാണ്. സ്കാൻ ചെയ്യുകയാണ്. തത്കാൽ ടിക്കറ്റ് വിജയകരമായി ബുക്ക് ചെയ്തിരിക്കുന്നു. എളുപ്പത്തിൽ കണ്ടെത്തുവാനാകുന്ന ഒരിടത്തേക്ക് ടിക്കറ്റ് സേവ് ചെയ്തു വെക്കുന്നത് ഉത്തമമാണ്. യാത്രാമംഗളങ്ങൾ നേരുകയാണ്.